ഒന്നും ഉണ്ടായില്ലേ? ഞാൻ സംസാരിച്ചത് അനൂപിനോടാ, നിങ്ങളുടെ മോനോട്. അവൻ ഒറ്റ കാരണോ നമ്മളിപ്പോ ഈ തീ തിന്നേണ്ടി വരുന്നത്. അവൻ കാരണം തന്നെയാ ഈ കാണുന്ന പൊല്ലാപ്പൊക്കെ എടുത്ത് തലയിൽ വെച്ചത്. ശാരദ, ഒരബദ്ധം സംഭവിച്ചു പോയി. അതെന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരബദ്ധം തന്നെയാ. ഞാനത് സമ്മതിക്കുന്നു. നിങ്ങളല്ല ഗോപാലേട്ട അത് ചെയ്തത്, അത് ഞാൻ ചെയ്തതാ. നിങ്ങൾ വെറുതെ എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറ്റമൊന്നും ഏറ്റുപിടിക്കണ്ട. അതങ്ങനെയല്ല ശാരദ, നീ കാരണം അല്ല അവൻ മരിച്ചത്. അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാ. അല്ല ഗോപാലേട്ടാ, ഞാൻ തള്ളിയപ്പോഴാവൻ വീണത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്ത് അന്വേഷണം വന്നാലും അത് നേരിടാനുള്ള വഴികളും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇത്ര വെള്ളം കുടിച്ചു, എന്നിട്ട് സമാധാനത്തോടെ വെള്ളമൊക്കെ ഞാൻ കുടിച്ചോളാം. നിങ്ങൾ അതവിടെ വെക്കേ. എന്നാ പിന്നെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാ പിന്നെ നമ്മൾ ചെന്ന് നിൽക്കുന്ന വലിയൊരു ദുരന്തത്തിലായിരിക്കും. നമ്മളല്ലാതെ മറ്റാരും ഇത് അറിയരുത്. നമ്മുടെ മോള് ശാലിനി പോലും. നീ സമാധാനായിട്ടിരിക്കും. ഒരാളും ഒരു കാര്യവും പറഞ്ഞ് ഇതിന്റെ പേരിൽ നിന്റെ മുന്നിലേക്ക് വരില്ല. അതിന് ഞാൻ തന്നെയാ ഗ്യാരണ്ടി. ഇനി അഥവാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അത് ഞാൻ നേരിട്ടോളാം. അത് മറ്റൊരാളിലേക്ക് എത്തില്ല. ശാരദേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ അടിച്ച് നീ മറ്റുള്ളവർക്ക് സംശയം കൊടുക്കാതിരുന്നാ മതി. സമാധാനായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല ഗോപാലേട്ടാ. ഈശ്വര.